നമസ്കാരം. അപ്പോൾ KGF എന്ന് പറയുന്ന ആ ഒരു ചിത്രവുമായിട്ട് ഒരു കാരണവശാലും മാർക്കോ എന്ന് പറയുന്ന ചിത്രം ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം മാർക്കോ വേറൊരു തലാണ്, അതോടൊപ്പം തന്നെ KGF എന്ന് പറയുന്ന ആ ഒരു ചിത്രം വേറൊരു തലാണ്. മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രം റിലീസിങ്ങിന് ശേഷം അഭിപ്രായങ്ങളുമായി ഒത്തിരി പ്രേക്ഷകർ വന്നായിരുന്നു. ആ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ മലയാളത്തിലെ KGF എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല, KGF എന്ന സിനിമയുടെ ആ ഒരു തലത്തിലാണ് മാർക്കോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കാൻ സാധിക്കില്ല. കാരണം KGF എന്ന് പറയുന്ന ചിത്രം വേറെ തലമാണ്. ഇത് മാത്രമല്ല, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ആക്ഷൻസിന് പ്രാധാന്യം നൽകിയ ഒത്തിരി ചിത്രങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ചിത്രം പോലെ, അതായത് മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ചിത്രം പോലെ മൂല്യവത്തായ ഒരു ചിത്രം ഇതുവരെയും മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ല എന്നുള്ളതിന് ഒരേ ഒരു തെളിവാണ് മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. ഉണ്ണിമുകുന്ദന്റെ അസാധ്യ കഴിവ് തെളിയിച്ചിരിക്കുന്ന ഒരു പക്കാ ചിത്രമാണ് ആക്ഷന് പ്രാധാന്യം നൽകിയുള്ള മാർക്കോ എന്ന് പറയുന്ന ഈ ഒരു ചിത്രം. എന്തിനാണ് KGF എന്ന് പറയുന്ന ആ ഒരു ചിത്രവുമായി മാർക്കോ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത്? എന്തിന്? ഫുൾ വയലൻസ് ഉള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോറിയും ആ ഒരു സ്റ്റോറിയുടെ തലവും വളരെയധികം വ്യത്യാസങ്ങൾ നിറഞ്ഞ രീതിയിലാണ് രണ്ട് ഡയറക്ടേഴ്സും ചെയ്തിരിക്കുന്നത്. KGFും മാർക്കോയും തമ്മിലുള്ള വ്യത്യാസം മേക്കിംഗ് ഡിഫറൻസ് ആണ്, ഡയറക്ഷൻ ഡിഫറൻസ് ആണ്, സ്റ്റോറി ഡിഫറൻസ് ആണ്. ഇതില് എന്തുകൊണ്ട് മാർക്കോ KGF പോലെയാണ് എന്ന് പറയുന്ന വളരെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ്. തീർച്ചയായിട്ടും മാർക്കോയും KGFും വേറെ വേറെ തലങ്ങളാണ്.